എൻ്റെ പൊന്നു മോദിജി, ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പോരെ കേരളമൊക്കെ നന്നാക്കുന്നത്. ഇത് ഇപ്പം കേരളമല്ല, ഇത് സത്യം പറഞ്ഞു, ഇത് ഗുജറാത്തിലെ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് കേട്ടോ. ഞാൻ ട്രെയിനിൽ പോകുന്നത് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അല്ലാതെ ഇത് ഞാൻ ആവശ്യം ഉണ്ടായിട്ട് എടുത്ത വീഡിയോ എന്നല്ല, ചുമ്മാ എടുത്ത വീഡിയോ. ചുമ്മാ എന്ന് പറഞ്ഞാൽ വെറും ചുമ്മാ. അത് ബറോഡയൊക്കെ കൊള്ള അടിപൊളിയാണെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് കാരണം നീ അവിടെ പോയി താമസിക്കണം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരവിടെ പോയി താമസിക്കും? आपको विकसित केरलम की शानदार झलक दिखने मिलेगी। आपके पास मोदी की गारंटी है। जो अब तक नहीं बदला, अब बदलेगा। अब केरलम आगे बढ़ेगा। मारा तजमारुम इनी केरलम वलारुम। പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഡബിൾ എഞ്ചിൻ സർക്കാർ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നു. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്ന് പറയുന്നവർ ആദ്യം ഒരു കാര്യം പറയണം. ഡബിൾ എഞ്ചിൻ സർക്കാർ വികസനം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് മാതൃകയാകേണ്ടിയിരുന്നത് ഗുജറാത്ത് അല്ലേ? കാരണം അവിടെ BJP ഏകദേശം 30 വർഷമായി ഭരണത്തിലാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ മനുഷ്യ വികസന സൂചികകളിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലയിലും ഗുജറാത്ത് 1ാം സ്ഥാനത്താണോ? അല്ല. അപ്പോൾ ഡബിൾ എഞ്ചിൻ വികസനം എവിടെയാണ്? കേരളത്തോട് പ്രധാനമന്ത്രി 5 വർഷം തരൂ എന്ന് പറയുന്നു. കേരളത്തിന് ഒരു ചോദ്യം തിരിച്ചുമുണ്ട്. 2016 നോട്ട് നിരോധിച്ച സമയത്ത് 50 ദിവസം തരൂ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് ഇതേ മോദിയായിരുന്നു. ആ 50 ദിവസത്തിന്റെ ഫലം ഇന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. केरलम के तेज विकास के लिए इस पैटर्न को तोड़ना जरूरी है। इसलिए इस बार आप यहां बीजेपी NDA सरकार बनाइए। आपने कांग्रेस और लेफ्ट को 70 साल से अधिक दिए हैं। अब बीजेपी NDA को अगले 5 साल सेवा करने का मौका दीजिए। കേരളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ വർഗീയത കൊണ്ട് വയറു നിറക്കുന്ന നാടല്ല. ഇവിടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വർഗീയതക്കെതിരാണ്. അതുകൊണ്ടാണ് വർഗീയ ശക്തികളുടെ സ്വപ്നം കേരളത്തിൽ ഒരിക്കലും യാഥാർത്ഥ്യമാകാത്തത്. ആദ്യം ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ വികസനം രാജ്യത്തിന് മുന്നിൽ വെക്കൂ മോദിയും BJPയും. കേരളം ഒരു വർഗീയ ഭീഷണിക്കും പ്രചാരണത്തിനും വഴങ്ങുന്ന നാടല്ല. ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ഗുജറാത്തിന്റെ അവസ്ഥ ഒന്ന് കാണാം നമുക്ക്. എൻ്റെ പൊന്നു മോദിജി, ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പോരെ കേരളമൊക്കെ നന്നാക്കുന്നത്. ഇത് ഇപ്പം കേരളമല്ല, ഇത് സത്യം പറഞ്ഞു, ഇത് ഗുജറാത്തിലെ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് കേട്ടോ. ഞാൻ ട്രെയിനിൽ പോകുന്നത് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അല്ലാതെ ഇത് ഞാൻ ആവശ്യം ഉണ്ടായിട്ട് എടുത്ത വീഡിയോ എന്നല്ല, ചുമ്മാ എടുത്ത വീഡിയോ. ചുമ്മാ എന്ന് പറഞ്ഞാൽ വെറും ചുമ്മാ. അത് ബറോഡയൊക്കെ കൊള്ള അടിപൊളിയാണെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് കാരണം നീ അവിടെ പോയി താമസിക്കണം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരവിടെ പോയി താമസിക്കും? ഇത് സത്യം പറഞ്ഞാൽ ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലും ഉള്ളൊരു കാഴ്ചയാണ്. സ്വാഭാവികം, നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. കാരണം വെച്ചാൽ വിദ്യാഭ്യാസം കുറവാണ്. വിവരം വിദ്യാഭ്യാസം ഉള്ളവനൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും താമസിക്കത്തില്ല. നമുക്കൊന്നും ഇവിടെ പോയി തൂറാൻ പോലും പറ്റത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ പോലും പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മളെ മൂത്രം ഒഴിക്കാൻ നേരം 2 സൈഡും നോക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഉക്കാമണി ആരെങ്കിലും കാണുന്നു. ഇവർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. അവിടെ ആശാ വർക്കർ പോയിട്ട് ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. നമ്മുടെ കേരളത്തിൽ പ്ലാസ്റ്റിക് എടുക്കാനും അവിടെ ഇടരുത്, അല്ലെ ഈ സാധനം അവിടെ കൊണ്ട് എറിയരുത് എന്ന് പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും ഒത്തിരി പേരുണ്ട്. നമ്മൾ അവിടെ കണ്ടുപോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ കഴുക്കൊക്കെ കാണും. നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ അതുവഴി ഒന്ന് യാത്ര ചെയ്യണം. അതെങ്ങനെ? നിങ്ങൾ അതുവഴി യാത്ര ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ ഈ ബറോഡയാണ് ഈ കാണുന്നത്. അല്ല നമ്മുടെ ആണെങ്കിൽ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കൊച്ചിയോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊന്നും അല്ല, ആലപ്പുഴയൊന്നും അല്ല. ഇത് നിങ്ങളുടെ ഇതാണ്. ഈ ടയറൊക്കെ എടുത്ത് മാറ്റാൻ പറ. അവർക്ക് വാർക്കൊക്കെ കെട്ടിടമെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. അല്ല ഇമാരെയൊക്കെ ഒഴിപ്പിച്ചത്, ഇമാരെല്ലാം അടിച്ച് ഓടിയത് അവിടുന്ന്. അതായത് JCB കൊണ്ടുവന്ന് എല്ലാം എടുത്ത് തോട്ടിലെറി. എന്നിട്ട് വാക്കെ എവിടെയെങ്കിലും സ്ഥലം കൊടുത്തിട്ട് അമ്മമാരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ നോക്കും. ഇത് വേറെ ഉടായ്പ്. നിങ്ങൾ ചുമ്മാ കണ്ണ വർത്താനം പറയാൻ റെഡിയാക്കി